കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. പരിപാവനമാം ക്രിസ്തുവേ ദിവ്യാനുഗ്രഹമേകണമേ. ൊരു ദൈവത്തിൻ പൂജിതമാക്കിരുമാതൃകയാ പുരുഷൻ പാരമുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർയോസേപ്പിന്റെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായ യുദാത ദേവസിന്റെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭയുടെ അധിപനായ ലയോ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ യൂദാത ദേവസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിരങ്ങയിൽ നിന്നകൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പുകൈ കുറുന്നുമായി കാൽകളൊന്നു കാത്തിരുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടും നിരങ്ങയിൽ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വേദനിക്കുന്നവർക്ക് ആശ്വാസവും ദുരിതമനുഭവിക്കുന്നവർ പാപയവുമായ യേശുനാഥന്റെ അനുഗ്രഹവും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് സംരക്ഷണമേകുന്ന യേശുനാഥ, അങ്ങയുടെ മത്സര ശിക്ഷനും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനുമായ വിശുദ്ധ യൂദാസ് അപ്പസ്തോലന്റെ മാധ്യസ്ഥ സഹായം അപേക്ഷിച്ച് തിരുസന്നിധിയിൽ വന്നണഞ്ഞിരിക്കുന്ന ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കണമേ. യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ സ്ഥിരതയോടെ നിലനിൽക്കാൻ വിശുദ്ധന്റെ മാതൃക പ്രചോദനമായും മാധ്യസ്ഥം തുണയായും ഞങ്ങളോടൊത്തുണ്ടാകണമേ എന്ന് ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെയും മാതാവായ
പരിശുദ്ധ കന്യാമറിയത്തിന്റെ ബന്ധുവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധ യൂദാസ്ലീഹായെ ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് നിങ്ങളിലേക്ക് അനുഗ്രഹാശിസുകൾ പൊഴിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ വിനീതമായ പ്രാർത്ഥനയിൽ ദൈവയോട് ശ്രമിക്കുകയും അങ്ങനെയുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ. മനുഷ്യ വ്യക്തികളുടെ ഏറ്റവും നിരാശാജനകമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നതിനുള്ള വരവും ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാകട്ടെ. എന്റെ ആയുഷ്കാലമത്രേ ഞാൻ അങ്ങയുടെ നേരെ കൃതജ്ഞത പാലിക്കുകയും സ്വർഗ്ഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഇടയാകും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്തദാസ്യത്തിൽ വ്യാപരിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. വിശുദ്ധ യൂദാസ്ലീഹായെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. വിശുദ്ധ യൂദാസ്ലീഹായെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. അശരണരുടെ സഹായമായ വിശുദ്ധ യൂദായെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ. അശരണരുടെ സഹായമായ വിശുദ്ധ യൂദായെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹത്തോടെ പഠിക്കുവാൻ ബുദ്ധിയും മനസ്സും ലഭിക്കുന്നതിനും അവർ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളരുന്നതിനും വേണ്ടി ദൈവം അനുഗ്രഹിക്കുന്ന ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളുടെ യുവക്കൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും അവർ തിരഞ്ഞെടുത്ത ജീവിതാന്തസ്സിൽ ക്ലേശങ്ങൾ സഹിച്ചും തെറ്റുകൾ തിരുത്തിയും ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുവാനും ഞങ്ങളുടെ തൊഴിലാളികൾ തൊഴിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുവാനും അവർ തൊഴിൽ സ്ഥലങ്ങളിൽ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുന്നതിനും വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർക്ക് മോചനം കിട്ടുവാനും ദൈവമാണ് യഥാർത്ഥ ആനന്ദമെന്ന് അവർ ഗ്രഹിക്കുന്നതിനും വേണ്ടി രോഗശാന്തിക്കായി അങ്ങേ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതിനും മാറാരോഗികൾ ദൈവത്തിൽ ആശ്രയവും ആശ്വാസവും കണ്ടെത്തുന്നതിനും വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും മറ്റുള്ളവരും സ്നേഹത്തിൽ ജീവിക്കുവാനും അവർ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനും സങ്കടങ്ങളിൽ യേശുവിൽ മാത്രം ആശ്രയിക്കുവാനും വേണ്ടി വിശുദ്ധ യൂദാസ്ലീഹായെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങുന്ന ഈ ദേവാലയത്തിൽ വന്ന് അവിടുത്തെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും വിശുദ്ധന്റെ അനുഗ്രഹം ലഭിച്ച് ആനന്ദിക്കുവാനും അവർ യേശുവിനോട് കൂടുതൽ അടുക്കുവാനും വേണ്ടി മരണാസന്നർക്ക് പ്രത്യാശയും മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരന്മാർക്ക് നിത്യശാന്തി ലഭിക്കുന്നതിനും ഞങ്ങളെല്ലാവരും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിതയാത്ര ചെയ്യുന്നതിനും വേണ്ടി ഈശോയുടെ വിശുദ്ധ സ്നേഹത്തിനും സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആശയ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് സംതൃപ്തമായിരിക്കുന്ന പ്രത്യേകാനുകൂല്യത്തെ വിനിയോഗിക്കണമെന്ന് ഞാൻ വിനയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എന്റെ സഹായത്തിനെത്തണമേ. എന്റെ ഈ വലിയ ആവശ്യത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഈ നിമിഷം വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസം ലഭിക്കുന്നതിനും അങ്ങയോടും മറ്റെല്ലാ വിശുദ്ധരോടും കൂടി അനവരതം ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാക്കണമേ. ഈ വലിയ അനുഗ്രഹത്തെ ഞാൻ കൃതജ്ഞതാപൂർവ്വം അനുസ്മരിക്കുന്നതാണെന്നും പ്രത്യേക തുണയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങയെ വഹിക്കുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സഹോദരങ്ങളും വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ
ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങേ വന്ദിക്കുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണാമൃതം പൊഴിഞ്ഞീടണേ, കരുണീരോരായിരമാശയാൽ കാത്തിരുന്നങ്ങയെ തേടുന്നു. വേദന തിങ്ങിയ ജീവിതം ഭാരമായി ഞങ്ങൾ തളരുമ്പോൾ, വേദന തിങ്ങിയ ജീവിതം ഭാരമായി ഞങ്ങൾ തളരുമ്പോൾ, ആശ്വാസങ്ങൾ തന്നോരങ്ങിടാൻ കാത്തിരുന്നങ്ങയെ തേടുന്നു. ആശ്വാസങ്ങൾ തന്നോരങ്ങിടാൻ കാത്തിരുന്നങ്ങയെ തേടുന്നു. കനിവോരും മത്സരതാതനേ, കരുണാമൃതം പൊഴിഞ്ഞീടണേ, കരുണീരോരായിരമാശയാൽ കാത്തിരുന്നങ്ങയെ തേടുന്നു. ഓ ഈശോയെ, അങ്ങയുടെ ബന്ധവും തിരഞ്ഞെടുക്കപ്പെട്ട പസ്തോലനുമായ വിശുദ്ധ യൂദായെ ഏതേത് അനുഗ്രഹങ്ങളാലും അവകാശങ്ങളാലും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുമനസ്സായോ. അവയ്ക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ അത്ഭുത പ്രവർത്തനായ വിശുദ്ധ യൂദാസ്ലിഹായെ, എന്റെ സങ്കട സമയത്തുള്ള പ്രാർത്ഥനയിൽ മനസ്സറിഞ്ഞ് അങ്ങ് തന്നരുളിയ അനുഗ്രഹപൂർണമായ സഹായങ്ങൾ അനുസ്മരിച്ച് ഞാൻ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു. ഈ സ്നേഹം ലക്ഷ്യമായി ഞാൻ എന്നേക്കും അങ്ങേക്ക് കടപ്പെട്ടിരിക്കും. എന്റെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും അവിടുന്ന് എന്നെ സഹായിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, എല്ലാ തരത്തിലും വിശേഷമായി എന്റെ മരണനേരത്ത് അവിടുന്ന് എന്റെ സമീപത്തുണ്ടായിരിക്കുകയും എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ യൂദാസ്ലിഹായുടെ മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങളോട് നിങ്ങളുടെ ആഗ്രഹങ്ങളോടും അഭിലാഷങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വികാരിയച്ഛൻ എന്നെ വിഷമിച്ചതിനും ഒരു ബലിയർപ്പിക്കാൻ അവസരം തന്നതിനും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി ഭക്തി നിർഭരമായി ബലി അർപ്പിച്ച് സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട ഷിബു ചാത്തനാട് അച്ഛനാണ്. അച്ഛൻ തൊടുപുഴ കലന്താനി സ്വദേശിയാണ്. അച്ഛൻ കണ്ണാഞ്ചൽ പ്രദേശത്തുള്ള മ്യാവു എന്ന് പറയുന്ന രൂപതയിൽ സേവനം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ തിരുപതിയിൽ നടയിൽ പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയെയും അതുപോലെ ലിസി സ്കൂളിൻ്റെ ചാർജുമായി സേവനം ചെയ്യുകയാണ്. വളരെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും മിഷൻ പ്രവർത്തനത്തിൽ നിന്നുമുള്ള നല്ലൊരു സന്ദേശം അച്ഛൻ നമുക്ക് നൽകി. അച്ഛൻ്റെ സന്ദേശങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുവാൻ, പ്രകൃതിയെ സ്നേഹിക്കാൻ, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ വരും തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഷിബു അച്ഛന് നന്ദി അറിയിക്കുന്നു.
ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ നടത്തിയവർ എബി ജോൺ കൊള്ളിമാന്തറ, അസി തോമസ് വൈക്കത്ത് പറമ്പിൽ, റോബിൻ പൗലോസ് കണ്ടത്തി പറമ്പിൽ, ജോസന അന്ന റോജി പുത്തൻതറയിൽ, സൂസൻ ജോസ് തമ്പിത്തറ, അനോജ് നെല്ലിപ്പള്ളി. അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രത്യേകമായുള്ള നന്ദി അറിയിക്കുകയാണ്. നാളെ നമ്മുടെ നൊവേനയുടെ 9ാം ദിവസമാണ്. നാളെ നൊവേന നടത്തുന്നവർ അന്ന ജോയ് പഴയമഠം, തോമസ് കുട്ടി പഴയമഠം, സാബു കെ പത്രോസ് കൊപ്പറമ്പിൽ, ജോഷ തെക്കൂടൻ, ബിന്ദു ജോയൽ വർഗീസ് പാറയിൽ, റയാൻ മിഥുൻ മാധവശ്ശേരി. നാളത്തെ നമ്മുടെ നിയോഗം നമ്മുടെ മാതൃരാജ്യത്തിനും നമുക്ക് വേണ്ടി സുരക്ഷ നൽകുന്ന എല്ലാ ഭടന്മാരെ പട്ടാളക്കാരെയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചും അവരെ ഓർത്തും നാളത്തെ വിശുദ്ധ ബലിയിൽ നമ്മൾ നിയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കുർബാനയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കപ്പേള ആശീർവദിച്ച് വെഞ്ചരിച്ച ദിവസമാണ് ഇന്ന്. 2004 ഒക്ടോബർ 23-ാം തീയതിയാണ് ഈ കപ്പേള ആശീർവദിച്ച് സേവദാസിൻ്റെ തിരുസ്വരൂപയ്ക്ക് പ്രതിഷ്ഠിച്ച് നമുക്ക് വണങ്ങാൻ ഒരുക്കി തന്നത്. അതിനുവേണ്ടി അന്ന് ക്ഷീണം അധ്വാനിച്ച എല്ലാവരെയും അന്ന് മുതൽ ഇന്ന് വരെ ഓരോ വർഷവും നമ്മൾ തിരുനാൾ ആചരിക്കുന്നു. ഓരോ വർഷങ്ങളിലൂടെയും ഇതിനുവേണ്ടി സഹായ സഹകരണം നൽകിയ എല്ലാവരെയും നന്ദി ഓർക്കാം. ഇത് 21-ാം വർഷത്തെ തിരുനാളാണ്. ഇനിയും കൂടുതൽ നന്മകൾ ഈ കപ്പലിലൂടെ വിശുദ്ധയുദാസിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ ജന്മദിനം ആചരിക്കുന്നവർ സിസ്റ്റർ സ്റ്റെല്ല മരിയ പാറപ്പുറം, സെബിൻ റോയ് അരവിന്ദൻ. ജന്മദിനം ആചരിക്കുന്നവർക്ക് ആശംസ നേരുന്നു. പേര് വിളിക്കാതെ മുന്നോട്ട് വരാം. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുനാളിൻ്റെ പ്രസിഡന്റിമാർ ഇപ്പോൾ 59 പേരായിട്ടുണ്ട്. അവരുടെ പേരുകൾ ഞാൻ വിളിക്കുകയാണെന്ന് വല്ല മാറ്റമോ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടോ എങ്കിൽ അറിയിക്കണം. അതനുസരിച്ച് പേരുകൾ കൃത്യമായിട്ട് ഒന്ന് അറിയിക്കാനുള്ളതാണ് ശനിയാഴ്ച. അപ്പോൾ ഈ വർഷത്തെ തിരുനാൾ പ്രസിഡന്റിമാരായിട്ടുള്ള 59 പേരുടെ പേരുകൾ വായിക്കുന്നു. MA റോബൻ മാലിത്തറ, സജി തോമസ് മാമുട്ടിൽ, ജിഷ ജോസഫ് പാറയിൽ, ജിയോൺ ചോളി കൈതയ്ക്കകം, ആരോൺ അലക്സ് ആന്റണി കാടാപ്പുറത്ത്, ജെഫിൻ ജോബി തെക്കേവേലിക്കകത്ത്, അമ്മണി കളത്തിൽ, മേഴ്സി വർഗീസ് പുതുക്കാട്ട്, അദീന ജോൺസൺ മനക്കപ്പറമ്പിൽ, ജെറോം പ്രിൻസ് മനക്കപ്പറമ്പിൽ, ജെറി കെ ജിസ് ആറ്റുപുറം, ജസ്റ്റിൻ ജോസ് തെക്കേവേലിക്കകത്ത്, അലക്സ് കുര്യാക്കോസ് പാലക്കാട്ട്, ആൽബിൻ ഫ്രാൻസിസ് മണപ്പാടത്ത്, സുഷമ തോമസ് ആലുക്ക, അന്നു ഡൊമിനിക് മൂലയിൽ, അമല അന്ന തോമസ് ചെറുപള്ളിൽ, മേഴ്സമ്മ ജോർജ് കൊല്ലംപറമ്പിൽ, ജോയൽ ജോസ് തമ്പിത്തറ, അലക്സ് ആന്റണി മണപ്പാടത്ത്, ലിയ റിജിമോൻ മാപ്പിളശ്ശേരി, എയ്മി സജി ഇടത്തിൽ, എബൽ സജി ഇടത്തിൽ, ആഗ്നസ് മേരി ലജീഷ് പുത്തൻപുരയ്ക്കൽ, അക്സ അനിൽ കിഴക്കേ പറമ്പിൽ, അഖിൽ മണപ്പാടത്ത്, ജോർജ് പഴയമഠം, എൽസ റോസ് ബിജു ഒറ്റയിൽ, തങ്കച്ചൻ മാധവശ്ശേരി, ആൻമേരി ജോർജ് പാറയിൽ പുത്തമ്പുരയിൽ, ജസ്റ്റിൻ ജോസ് മണപ്പാടത്ത്, ജമുന ജോസ് മണപ്പാടത്ത്, പ്രീത രാജു എളമ്പാശ്ശേരി, മറിയക്കുട്ടി തോമസ് എളമ്പാശ്ശേരി, ജെന്നി മരിയ ജോസ് സൂര്യപ്പള്ളിൽ, ജോൺസൺ മനക്കപ്പറമ്പിൽ, സാബു കെ പത്രോസ് കൊപ്പറമ്പിൽ, ജോൺസി ജോസഫ് വൈക്കത്ത് പറമ്പിൽ, ഇഷാന മറിയം ജോൺ മഞ്ഞളി, ജോസഫ് വടക്കേടത്ത് ചിറ, രഘു ജോർജ് ഞള്ളയിൽ, ആൽവിൻ സണ്ണി ചെറുമുറ്റത്തപ്പടി, ആഷ്ലിൻ സണ്ണി ചെറുമുറ്റത്തപ്പടി, ജോർജ് മുക്കോണിത്തറ, ഡിയോണ സൂസൻ ജോസ് തമ്പിത്തറ, മാർട്ടിൻ സെബിയും മാധവശ്ശേരി, അമേയ വിൻസ് വടക്കേടം, ആദിൽ കുര്യൻ ജോൺ കടവനാട്ടിൽ, യബൽ കെ ജോൺ കടവനാട്ടിൽ, കുര്യാക്കോസ് ആറ്റുപുറം, നദാൻ ജോസഫ് വെല്ലുകുന്നയിൽ, നീനു മരിയ ജോസ് ചെറുപള്ളി, കുഞ്ചറിയ കുഴിയാപ്പാക്കിൽ, സ്നേഹ ബെന്നി മുളന്താനം, ജോസഫ് മറ്റപ്പള്ളി, ജോസഫ് കിഴക്കേ പട്ടത്തറ, ജോവ ടോം ടിജോ അറയ്ക്കൽ, അന്ന ജോൺസൺ കിണറ്റുകര, ടോണി ജോയ് കൊച്ചുമലയിൽ. 59 പേരാണ് വായിച്ചത്. പേരുകൾ വ്യത്യാസമോ വിട്ടുപോയിട്ടോ ഉണ്ടെങ്കിൽ അത് കൈക്കാരന്മാരെ അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച നമ്മൾ വൈകുന്നേരം 5 മണിക്കായിരിക്കും വിശുദ്ധ കുർബാന. അതിന് മുമ്പ് 5 മണിക്ക് പ്രസിദ്ധി വാഴ്ച കുർബാന പ്രസംഗം പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം നമുക്ക് സ്നേഹവിരുന്ന്, രണ്ടാമത്തെ സ്നേഹവിരുന്ന്, ഫ്രൈഡ് റൈസും
ചിക്കനും ആയിരിക്കും എന്ന് നേരത്തെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രസിദ്ധിമാർ 60ഓളം പേരായത് കൊണ്ട് നമുക്ക് സ്നേഹവിരുന്ന് കുറച്ചും കൂടി ഭംഗിയായിട്ട് നടത്താം എന്നുള്ള തീരുമാനമുണ്ടായി കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ. അസാധ്യമായ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് ലൂതർ ദേവസ്. ഇനിയും അസാധ്യമായതൊക്കെ പലതും നമുക്ക് ചെയ്തു തരാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇത്തവണത്തെ ഭക്ഷണം സ്നേഹം നമ്മൾ തന്നെ ആണ് പള്ളിയിൽ പാചകം ചെയ്ത് നമ്മൾ തന്നെയായിരിക്കും സെർവ് ചെയ്യുക. അതിന് സഹായിക്കാനൊക്കെയുള്ള ഒരു ശനിയാഴ്ച വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് നേർച്ച വാങ്ങിച്ചിട്ട് പോവാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി കൊടുക്കാം. സിസ്റ്റേഴ്സ് നേർച്ച കൊടുക്കാൻ പോകുന്നു. Sachi